പാരന്റ് എന്ന് ടീച്ചറിനെ വഴക്കിട്ട് ടീച്ചറിനെ വഴക്കിടാനുള്ള അവകാശാധികാരം ആർക്കാണുള്ളത്? അവരത്രയും പഠിച്ചതല്ലേ? പിന്നെ അവരൊക്കെ ഒരു വഴക്കിടുന്നതിനാ? കൊച്ചിനെ തല്ലിയെന്ന് പറഞ്ഞാണ് ആ പാരന്റ് പോയി അവിടെ കിടന്ന് ടീച്ചറിന്റെ വഴക്കിട്ട് എന്തിനി അതിന്റെ കൊച്ചിന് കൂട്ടിരിക്കുന്നു. ടീച്ചർമാരൊക്കെ നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരാണ്. അവരെയൊക്കെ ഇങ്ങനെ പാരന്റ്സ് ഇങ്ങനെ തുടങ്ങി എന്ത് ചെയ്യും അല്ലേ? ടീച്ചർമാരെ ബഹുമാനിക്കേണ്ട ആൾക്കാരല്ലേ? അവരെത്ര പഠിച്ചതല്ലേ? എത്രയും പഠിച്ചത് പഠിപ്പനുസരിച്ചാണോ ബഹുമാനം കൊടുക്കേണ്ടത്? പഠിപ്പനുസരിച്ചാണോ റെസ്പെക്ട് കൊടുക്കേണ്ടത്? അതെങ്ങനെ പഠിപ്പനുസരിച്ചാണോ സ്നേഹിക്കേണ്ടത്? പുള്ളിക്കാരൻ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനാ? ആ ഒരു പാരന്റ് ഒരു ഫാദർ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയതിനാണെന്നറിയാമോ? ആ കുട്ടീനെ എപ്പോഴും ആ ടീച്ചർ തല്ലുന്നു. വെറുതെ ആവശ്യമില്ലാതൊക്കെ തല്ലുന്നതെന്നാണ് പറയുന്നത്. ആവശ്യമില്ലാതെ തല്ലുന്നതിനിടയ്ക്ക് ടീച്ചറോട് ചെന്ന് പ്രശ്നം ഇനി എന്നെ കൊച്ചിന് തല്ലാൻ പറ്റത്തില്ല. കാരണം എന്താ? എൻ്റെ കൊച്ചിനെ ഞാൻ പോലും തല്ലിയിട്ടില്ല. കാരണം എൻ്റെ കൊച്ചിനെ അമ്മയില്ലാതെ വളർത്തിയതാണ്. ഞാൻ ഒരു നോക്കൊണ്ട് വരും, ഒരു പ്രവൃത്തി കൊണ്ട് വരും, വേറൊരു രീതിയിൽ ഒരു വേദനിപ്പിച്ചിട്ടില്ല എൻ്റെ കൊച്ചിനെ. ഇനി ടീച്ചർ എൻ്റെ കൊച്ചിനെ തല്ലാൻ പാലെന്ന് പറഞ്ഞാൽ അച്ഛൻ ഫാദർ, പ്രൗഡ് ഫാദർ, പുള്ളിക്കാരൻ കൂട്ടിരിക്കുക സ്വന്തം മകളുടെ ക്ലാസ്സിൽ. ആ ഒരു ദൃശ്യം. സെക്കൻഡ്, ഇത് ഹാപ്പൻ്റെ നമ്മുടെ കേരളത്തിൽ കൊച്ചിനെ സ്വന്തം പാരൻസ് കൊച്ചിനെ അമുക്കിക്കൊന്നു. നമ്മുടെ ഇവിടെ വെച്ച് കാലി വെച്ച് അമുക്കിക്കൊന്നു. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു വയസ്സുകാരനെ അച്ഛൻ കൊന്നത് കരഞ്ഞപ്പോൾ ഉറക്കം നഷ്ടമായതിന്റെ ദേഷ്യത്തിൽ പിന്നെ LCD ടിവിനെ ട്രാൻസ്ഫോമേഴ്സിനെ അവരെയൊക്കെയാണ് പഴിഞ്ഞേണ്ടത്. ഇത് ഗവൺമെൻറ്റാണോ പഴിയാറേണ്ടത്? നമ്മുടെ മെൻറ്റാലിറ്റിയാണ് പഴിയാറേണ്ടത്. ഈ കൊച്ചുങ്ങളെയൊക്കെ കൊല്ലാൻ അല്ലെങ്കിൽ കൊച്ചുങ്ങളെ ഒന്ന് വേദനിപ്പിക്കാം. നമ്മൾ ചിലപ്പോൾ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ കാണിക്കുമ്പോൾ ചിലപ്പോൾ പറഞ്ഞിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്തുന്നിരിക്കും. അതിപ്പം എല്ലാ പാരൻസ് ചെയ്യുന്നതാണ് ഇല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു കൊച്ചിനെ ഒരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തെ കൊല്ലാൻ എങ്ങനെ സാധിക്കുന്നു? ഇവിടെ എത്ര പേര് എനിക്കറിയാം. ഇപ്പോഴും പ്രഗ്നൻ്റ് ആകാൻ സാധിക്കാത്ത എത്ര പേര് എനിക്കറിയാം. അവർക്ക് ഒരു കൊച്ചിന് വേണ്ടി 50 ലക്ഷം 60 ലക്ഷം 1 കോടി 2 കോടി 3 കോടി 5 കോടി 6 കോടി വാടക, മറ്റത് മറിച്ച് അമേരിക്ക പോകണം, ഫിലാഡൽഫിയ പോകണം, ചരണം ചെയ്യണം, മറ്റേ പിന്നെ കുടിതു പറയണം, മറ്റേ ശരീരപ്രദർശനം, ഇതൊക്കെ ചെയ്തിട്ടൊരു കുട്ടി ഉണ്ടാകാത്തതിന് വിഷമറിയുന്ന ആൾക്കാരാണ്. എങ്ങനെ സാധിക്കും? ഇവന്മാരൊക്കെ മെൻറ്റാലിറ്റിയുടെ കുഴപ്പമാണ്. അല്ലെങ്കിൽ ആ കുഞ്ഞു സാധനങ്ങൾ, ആ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ട്. ഇങ്ങനെ നമുക്ക് ടൈം പോകൂടാ, നമ്മളെങ്ങനെ ഒരു നോക്കാൻ നോക്കണം. കൊന്നു കളഞ്ഞ് എനിക്ക് കൊന്നു. ഞാൻ എൻ്റെ ഉമ്മച്ചീനോട് പറയും ഇടയ്ക്ക്, ഞങ്ങൾ 2 പിള്ളേരാണ്. എനിക്ക് 23 വയസ്സുണ്ട്, എൻ്റെ പെങ്ങൾക്ക് 21 വയസ്സുണ്ട്. വാപ്പിക്ക് 50 മേലെ വയസ്സുണ്ട്, ഉമ്മിക്ക് 40 വയസ്സുണ്ട്. ഞാൻ ഇപ്പോഴും പറയും ഉമ്മിക്കൊരു കുഞ്ഞിനെ ഇങ്ങോട്ട് ട്രൈ ചെയ്ത് വിടും. കാരണം കുഞ്ഞുങ്ങൾ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ജയിലിലാണെന്നറിയാം നീ അവളും ഇത് കേൾക്കുമെന്ന് എനിക്കറിയത്തില്ല. പുറത്തിറങ്ങുമല്ലോ, നമ്മുടെ രാജ്യം അങ്ങനെയല്ലേ? എന്നാലും ചോദിക്കുക വല്ല വളർത്തുന്നവർക്കും കൊടുത്തുവിടായിരുന്നാണ്, കുറെ കുട്ടികളില്ലാത്തവർക്ക് കൊടുത്തുവിടായിരുന്നാണ്. ഞാൻ നിന്നോടൊക്കെ പറയേണ്ട